ഇന്ന് ഒരല്പം കൊഞ്ച് ബിരിയാണി വയ്ക്കാമെന്ന് വിചാരിച്ച്. അപ്പം എന്നും കറിയല്ലേ വയ്ക്കുന്നത്, എന്നാൽ ബിരിയാണി ആയിട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പം കൊഞ്ചിനെ ഒന്ന് പുരട്ടി വയ്ക്കാൻ വേണ്ടിയിട്ട് 1 സ്പൂൺ മുളക് പൊടി, ഒരല്പം മഞ്ഞൾപ്പൊടിയും, കുറച്ച് പെരുംജീരകം, ഏലക്കയും കൂടി പൊടിച്ചത്, ഒരു നുള്ള് ഗരം മസാല, പിന്നെ ഉപ്പ്, എണ്ണ ഇതെല്ലാം കൂടി ചേർത്തിട്ട് കൊഞ്ചൊന്ന് പുരട്ടി വയ്ക്കാം. പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഒരു 4-5 അല്ലി വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചെടുക്കാം. പിന്നെ 4 വലിയ സവാള എടുത്തിട്ടുണ്ട്, അത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാമേ, കനം കുറച്ച് അരിഞ്ഞെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതിന് ശേഷം അതിലേക്ക് 4 പച്ചമുളകും 1 പിടി കൊച്ചുള്ളിയും കൂടി ഇട്ടൊന്ന് ചതച്ചെടുക്കാം. അരപ്പെല്ലാം പിടിച്ചിരിക്കുന്ന കൊഞ്ചിനെ ഇതുപോലെ ഒന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ കൊഞ്ച് പൊരിച്ച അതേ എണ്ണയിലേക്ക് തന്നെ സവാളയും കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കാമേ. അപ്പം സവാള ഒന്ന് വഴറ്റി വന്നതിന് ശേഷം തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതെല്ലാം കൂടി ചേർത്തൊന്ന് വഴലാൻ വേണ്ടിയിട്ട് അടച്ച് വയ്ക്കാം. കുറച്ച് പെരുംജീരകവും മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാമേ. പിന്നെ ഞാനിവിടെ ഇന്ത്യ ഗേറ്റിൻ്റെ വൈറ്റ് റൈസാണ് എടുത്തിട്ടുള്ളത്. ഒരു 10 മിനിറ്റ് കുതിർത്തിട്ട് വെള്ളം തിളച്ചപ്പോഴേക്കും അതിലേക്ക് അരിയിട്ട് കൊടുത്ത് ആ വെള്ളത്തിലോട്ട് തന്നെ കുറച്ച് പുതിന രമ്പയിലയും പിന്നെ നമ്മുടെ ഏലക്ക, ഗ്രാമ്പു, പട്ട ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാള ഒന്ന് വഴറ്റി വന്നതിന് ശേഷം 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാമേ. അതെല്ലാം കൂടി ഒന്ന് വഴറ്റി വന്നതിന് ശേഷം നമ്മൾ പൊരിച്ച് വെച്ചിരിക്കുന്ന കൊഞ്ചും കൂടി ചേർത്ത് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കാം. അപ്പം അരിയൊക്കെ വെന്ത് വന്നപ്പോഴേക്കും ഒരു പാത്രത്തിലോട്ട് ഊറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ചോറുള്ളത് കൊണ്ട് ഞാനിവിടെ ചെറിയൊരു പാത്രമാണ് എടുക്കുന്നത്. അതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ആദ്യം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഊറ്റി വെച്ചിരിക്കുന്ന ചോറും കൂടി അതിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ അതിന് മുകളിലായിട്ട് കുറച്ച് കൊഞ്ചും കൂടിയൊക്കെ ഇട്ട് തേങ്ങാപ്പാലും നെയ്യും കൂടിയൊക്കെ ഒഴിച്ച് ഇതുപോലെ 3 ലെയറായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാമേ. അപ്പം തേങ്ങാപ്പാൽ ഒരു ടേസ്റ്റ് മേക്കറാണ് കേട്ടോ. ഏത് ചോറിനും നമ്മൾ തേങ്ങാപ്പാലൊക്കെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഞാൻ മിക്കവാറും ചിക്കൻ ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ ഇതുപോലെ തന്നെയാണ് കേട്ടോ വയ്ക്കുന്നത്. വലിയ അരിയാകുമ്പോൾ എനിക്ക് ഊറ്റിയെടുത്ത് വയ്ക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. അതാകുമ്പോൾ ചോറിൻ്റെ പശയൊന്നും കാണത്തുമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാനും പറ്റും. നെയ്യൊക്കെ കുറച്ച് ചേർത്താലും അതിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പം ആദ്യമായിട്ടൊക്കെ ചോറ് വയ്ക്കുന്നവർക്കാണെങ്കിൽ ഒരു ടെൻഷനും വേണ്ട. ഇങ്ങനെ ഊറ്റിയെടുക്കുകയാണെങ്കിൽ അരി വെന്ത് പോയെന്നോ കുഴഞ്ഞു പോയെന്നോ ഒന്നും ഉള്ളൊരു ടെൻഷൻ വേണ്ട. നമുക്ക് പെട്ടെന്ന് തന്നെ ചോറ് റെഡിയാക്കി എടുക്കാൻ പറ്റും. പിന്നെ ചെറിയ അരിയൊക്കെ ആണെങ്കിൽ കുക്കറിലിട്ടൊക്കെ ഞാൻ വറ്റിച്ചെടുക്കാറുണ്ട്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.